ഒമാനിലെ ഗാർഹിക തൊഴിലാളികളുടെ അവകാശ സംരക്ഷണവും തൊഴിൽ ക്രമീകരണവും ലക്ഷ്യമാക്കി ഒമാൻ സർക്കാർ പുതിയ ചട്ടങ്ങൾ പ്രഖ്യാപിച്ചു. ഗാർഹിക തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുന്നതടക്കമുള്ള പരിഷ്കരണങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഗാർഹിക തൊഴിലാളികൾക്ക് നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ്, കൃത്യമായി നിർണയിച്ച ജോലി സമയം, നിയന്ത്രിത അവധി അവകാശങ്ങൾ എന്നിവ പുതിയ ചട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ഈ മാസം ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് തൊഴിൽ മന്ത്രി പ്രൊഫസർ മഹദ് ബിൻ സയ്യിദ് ബാവൈൻ അറിയിച്ചു. ഗാർഹിക തൊഴിലാളികൾക്കും സമാന തൊഴിൽ മേഖലകളിലുള്ളവർക്കുമായി രൂപപ്പെടുത്തിയ നിയന്ത്രണ ചട്ടക്കൂട് നിബന്ധനകൾ കഠിനമാക്കുന്നതിനല്ലെന്നും തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള അവകാശ ബാധ്യത സന്തുലിതത്വം ഉറപ്പാക്കുന്നതിനാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഗാർഹിക തൊഴിലിന്റെ പ്രത്യേക സ്വഭാവം പരിഗണിച്ചാണ് ചട്ടങ്ങൾ രൂപപ്പെടുത്തിയത്. നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ, ജോലി സമയം കൃത്യമായി നിർണ്ണയിക്കൽ, വാർഷിക അവധി അവകാശങ്ങൾ എന്നിവ ഇതുവഴി ഉറപ്പാക്കുന്നു. സേവനാനന്തര ആനുകൂല്യങ്ങളിലും മാറ്റമുണ്ട്. ഓരോ സേവന വർഷത്തിലും പ്രതിമാസ വേതനത്തിന്റെ പകുതി എന്ന രീതിയിലാണ് ആനുകൂല്യം നിശ്ചയിച്ചിരിക്കുന്നത്. ഒമാനിലെ പൊതുതൊഴിൽ നിയമത്തിൽ പറയുന്ന 1 മാസത്തെ ശമ്പളത്തിന് പകരമാണ് 15 ദിവസത്തെ വേതനം ഗാർഹിക തൊഴിലാളികൾക്ക് ആനുകൂല്യമായി നിശ്ചയിച്ചത്. പുതിയ ചട്ടങ്ങൾ അന്താരാഷ്ട്ര തലത്തിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും തൊഴിൽ മാനദണ്ഡങ്ങളുമായി യോജിക്കുന്നതാണെന്നും മറ്റ് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിൽ നിലവിലുള്ള രീതികളോട് ഒമാനിലെ നിയമങ്ങൾ കൂടുതൽ ചേരുന്നതാണെന്നും അധികൃതർ പറഞ്ഞു. ഗാർഹിക തൊഴിലാളികളെ സംബന്ധിച്ച പുതിയ ചട്ടങ്ങൾ ജനുവരിയിൽ പ്രാബല്യത്തിൽ വരുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. കൈരളി ന്യൂസ്, ഒമാൻ.